ദിവ്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സന്തോഷകരമായ ഒരു ക്രിസ്മസ് ആഘോഷത്തിന്റെ കാലയളവാണല്ലോ ഇത്. ലോകമെമ്പാടും ഇപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയമാണ്. ലോകത്തിന്റെ രക്ഷിതാവ് പിറന്ന ഈ ദിവസത്തിന്റെ ഓർമ്മ നാം പങ്കുവയ്ക്കുന്നു. ഈ ദിവസങ്ങളിൽ വീടുകൾ അലങ്കരിക്കുകയും സ്നേഹിതർ സമ്മാനങ്ങൾ കൈമാറുകയും അന്യോന്യം സ്നേഹം പങ്കിടുകയും ചെയ്യുന്നു. അങ്ങനെ ക്രിസ്മസിൽ നമ്മൾ വിലമതിക്കാനാവാത്ത ഓർമ്മകൾ പുതുക്കുകയും മുറിഞ്ഞുപോയ ബന്ധങ്ങളെ പുതുക്കുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഒരു സന്തോഷത്തിന്റെ സമയമാണ്. എന്നാൽ ഇന്ന് ക്രിസ്മസിനെ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ കൂടി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൊടും തണുപ്പുള്ള ഒരു രാത്രിയിൽ രക്ഷകനായി തീരേണ്ട മെസ്സിയ ഒരു കാലിത്തൊഴുത്തിൽ ജനിക്കുന്നു. ഒരു കുഞ്ഞിന് ജനിക്കുവാൻ വേണ്ടതായ സുരക്ഷിതത്വമോ സ്വകാര്യതയോ ഇല്ലാത്ത ഒരിടത്താണ് ആ കുഞ്ഞ് ജനിച്ചത്. അധികം ആരും അറിയാത്ത, പ്രതീക്ഷിക്കാത്ത ഇടത്താണ് ആ കുഞ്ഞ് പിറന്നത്. എന്നാൽ ഈ ഭാഗത്ത് നാം കാണുന്നത് രണ്ട് വ്യത്യസ്തരായ ആളുകൾ ഈ ശിശുവിനെ കാണാൻ അന്വേഷിച്ചു വരുന്നു. അതിൽ ആദ്യത്തെ കൂട്ടർ ഒരു സാധാരണക്കാരായ ഒരു കൂട്ടം ആട്ടിടയന്മാർ. ആ പ്രദേശത്ത് തണുപ്പുള്ള രാത്രിയിൽ തങ്ങളുടെ ആടുകൾക്ക് കാവൽ കാത്ത് തീ കാച്ചിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം ആട്ടിടയന്മാരാണ്. പെട്ടെന്ന് മാലാഖമാരിൽ നിന്നും അവർക്കൊരു പ്രത്യേക സന്ദേശം ലഭിക്കുന്നു. അടുത്തൊരു പശുത്തൊട്ടിയിൽ സർവ്വലോകത്തിന് സമാധാനം കൊടുക്കുവാനുള്ള ദൈവപുത്രൻ ജനിച്ചിരിക്കുന്നു. ശീലകൾ പൊതിഞ്ഞ് അവിടെ നിങ്ങൾ അവനെ കാണും. എവിടെയെന്ന് അവർക്കറിയില്ല. ഇന്നത്തെ പോലെ വഴിയോ വെളിച്ചമോ ഇല്ലാത്ത ഒരു കാലമായിരുന്നു. എന്നിരുന്നാലും പ്രയാസങ്ങളെയും വെല്ലുവിളിയെയും തരണം ചെയ്ത് അവർ ആ ശിശുവിനെ കാണാനായിട്ട് ബന്ധപ്പെട്ട് പുറപ്പെടുന്നു. അവർ ആ കുഞ്ഞിനെ കണ്ടുമുട്ടി മുട്ടുകുത്തി ആരാധിച്ച ശേഷം സ്തോത്രത്തോടെ മടങ്ങിപ്പോരുന്നു. വെറും ഒരു പുൽക്കൂട്ടിൽ അജ്ഞാതനായി പിറന്ന ആ കുഞ്ഞിനെ അന്വേഷിച്ചു പോയി കണ്ടെത്തുന്ന ഒരു കൂട്ടം സാധാരണക്കാരായ ആട്ടിടയന്മാരെ നാം ഇവിടെ കാണുന്നു. ഇനി രണ്ടാമത്തെ കൂട്ടർ 3 വിദ്വാൻമാരാണ്. 3 പേരും വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ. ഒരു ദിവ്യ നക്ഷത്രത്തിന്റെ പ്രകാശം അവരെ വഴി കാണിക്കുന്നു. ദിവ്യ ശിശുവിനെ കാണുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹത്തിൽ അവർ ദീർഘമായ ഒരു യാത്ര, ദീർഘവും ദുർഘടവുമായ ഒരു യാത്രയും അന്വേഷണം ആരംഭിക്കുകയാണ്. ഒരു രാജകീയ കൊട്ടാരത്തിൽ ആ കുഞ്ഞിനെ കാണാമെന്ന് അവർ വിചാരിച്ചു. എന്നാൽ അവർ പിന്തുടർന്ന നക്ഷത്രം അവരെ ഒരു പുൽക്കൂട്ടിലേക്കാണ് നയിച്ചത്. അവിടെ അവർ ലളിതമായ സാഹചര്യത്തിൽ ഉണ്ണിയേശുവിനെ കാണുന്നു. രാജകീയ അടയാളമായ പൊന്ന്, മൂര്, കുന്തിരുക്കം ഇവയൊക്കെ സമ്മാനമായി നൽകി സന്തോഷത്തോടെ അവർ മടങ്ങിപ്പോകുന്നു. ഈ 2 കൂട്ടരും, അതായത് ആട്ടിടയന്മാരും വിദ്വാൻമാരും, ഏതോ ഒരു ഗ്രാമത്തിൽ ഒരു പുൽക്കൂട്ടിൽ ജനിച്ച ഒരു ശിശുവിനെ അന്വേഷിച്ച് കണ്ടെത്തുന്നു. ഒരു കുഞ്ഞിന് ജനിക്കാൻ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന സാഹചര്യം ഇല്ലാത്ത ഒരിടത്ത് പിറന്ന യേശുവിനെ അവർ അന്വേഷിച്ചു പോയി കണ്ടെത്തുന്നു. അഥവാ ഏതൊരു കുഞ്ഞിനും ഈ ലോകത്തിൽ ജനിക്കാൻ അവകാശമുള്ള ഒരു കുറഞ്ഞ സാഹചര്യം പോലും കിട്ടാതെ അങ്ങനെ ജനിച്ച യേശുവിനെ കാണാൻ അവർ അന്വേഷിച്ച് അവർ പോയി കണ്ടെത്തി ആരാധിക്കുന്നു. അതുകൊണ്ട് ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു അന്വേഷണത്തിന്റെ യാത്രയാണ്. അത് അവരിലേക്കുള്ള ഒരു യാത്രയാണ്, അഥവാ മറ്റുള്ളവരിലേക്കുള്ള ഒരു യാത്ര. സമൂഹത്തിന്റെ അതിർത്തികളിലേക്ക് മാറ്റപ്പെട്ടവന്റെ അടുത്തിലേക്കുള്ള ഒരു യാത്ര, നീതിയും ന്യായവും നിഷേധിക്കപ്പെട്ടവന്റെ അടുക്കിലേക്കുള്ളൊരു യാത്ര, അവരെ തേടിയുള്ളൊരു യാത്ര, ന്യായമായ അവകാശങ്ങളും അവസരങ്ങളും ആവശ്യങ്ങളും നിഷേധിക്കപ്പെട്ടവന്റെ അടുത്തിലേക്കുള്ളൊരു യാത്രയാണത്. അത് വേദനിക്കുന്നവന്റെ അടുത്തേക്കുള്ള യാത്രയാണ്. അത് അനാഥരുടെ അടുത്തേക്കുള്ള യാത്രയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത് മാത്രമാണ്. നമ്മുടെ ക്രിസ്മസ് ആഘോഷം മറ്റുള്ളവരിലേക്കുള്ള ഒരു യാത്രയായി തീരട്ടെ. ഏറ്റവും എളിമയിൽ ജനിച്ച യേശു കുഞ്ഞിനെ അന്വേഷിച്ച് കണ്ടെത്തി ആരാധിച്ച ആ ആട്ടിടയന്മാരെയും വിദ്വാൻമാരെയും പോലെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരെ അന്വേഷിച്ച് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു യാത്രയാകട്ടെ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ. നീതിയും ന്യായവും അവകാശങ്ങളും അവസരങ്ങളും ഇല്ലാതെ
എല്ലാം തന്നെ നിഷേധിക്കപ്പെട്ടവരെ നമുക്ക് ചേർത്ത് നിർത്താം. വേദനയിൽ കഴിയുന്നവരെ തേടിപ്പിടിച്ച് അവർക്ക് സ്വാന്തനമേകാം. ഒറ്റപ്പെട്ടവരെ അരികിൽ നിർത്തി മാറ്റി നിർത്തിയവരെ നമുക്ക് ചേർത്ത് പിടിക്കാം. അതായിരിക്കട്ടെ നമ്മുടെ ക്രിസ്മസ് സന്ദേശവും ആഘോഷവും. അതിന് ദൈവമായ കർത്താവും തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹീതമായ അർത്ഥവത്തായ സന്തോഷത്തിൻ്റെ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.